നിങ്ങളുടെ പേരെന്തായിരുന്നു? ആമിന. നിങ്ങളുടെ പേരോ? മകനാണ്. നജീബ്, എന്താണ് ശരിക്കും വാപ്പാക്ക് ഫസ്റ്റ് സംഭവിച്ചത്? ഫസ്റ്റ് ഒരു കാലിന് ഷുഗർ കൂടിയിട്ട്, ഷുഗർ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ കൂടിയിട്ട് കാല് ഇങ്ങനെ പിന്നെ പഴുത്ത് വന്നു. എത്ര വർഷം? അത് 1.5 വർഷം മുമ്പാണ്. അപ്പോൾ അത് പഴുപ്പ് കണ്ടപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ്. ഒരു മിനിറ്റ്, ഹോസ്പിറ്റലിൻ്റെ പേരും പറയണ്ട, ഡോക്ടറുടെ പേരും പറയണ്ട. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടുന്ന് കുറേ കാലം അവരെന്ത് ചികിത്സ ചെയ്ത് പിന്നെ നോക്കി, അവിടെ പഴുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിനെ പറഞ്ഞ് പിന്നെ അവിടെ കുറേ കാലം നല്ല ഡോക്ടറാണ് എല്ലാം പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് ചികിത്സിച്ചാണ്. പക്ഷെ അവിടെ കുറേ പോയി, പക്ഷെ കുറേ സമയം അങ്ങനെ വേസ്റ്റായി. നല്ല പൈസ പോയോ? പൈസ 2 ലക്ഷം അത്രയും പോയിട്ടുണ്ട്. പിന്നെ കേട്ടറിഞ്ഞാണ് ഉമ്മ അംശവൈദ്യർ എന്ന് പറഞ്ഞ സൗദി അറേബ്യയിൽ പോയി കാണും. അപ്പോഴാണ് സൗദി അറേബ്യ അംശവൈദ്യർ തുടർന്ന് പോകണം കാണണം. ഇവിടെ വരുമ്പോ എന്തായിരുന്നു നിങ്ങളുടെ അവസ്ഥ? നല്ല പഴുപ്പ് തന്നെയാണ്. അങ്ങനെ ആയപ്പം ഈ ലാസ്റ്റ് ആ ഡോക്ടർ എന്താ പറയുന്നത്? അതുവരെ ചികിത്സിച്ച് അവിടെ അന്ന് ആദ്യം ഒരു പറഞ്ഞു കുറച്ച് കഷ്ണം അങ്ങനെ എടുത്ത് വെക്കേണ്ടി വരും. പിന്നെ ഒരു പറഞ്ഞു അവിടെ എല്ലിന് ദ്രവിച്ച് വെക്കുന്നു, അതിനെ കൊണ്ട് അവിടെ വെച്ചാൽ സെറ്റാവില്ല എന്ന് പറഞ്ഞു. ഒന്നും കിട്ടൂല, എന്നാട് സെറ്റായി വരില്ല. നിങ്ങളുടെ പേരെന്തായിരുന്നു? ജസ്ന, മകളാണ്. നിങ്ങളുടെ പേരെന്തായിരുന്നു? അബൂബക്കർ. ഭാര്യയാണ്. എന്താ ശരിക്കും ആമിന ഇവർക്ക് സംഭവിച്ചത്? ഇത് ഷുഗറായിട്ട് ഒരു മുറിവ് വന്നതാണ്. അതിൻ്റെ ഈ വരലിൻ്റെ ഇടയിൽ കൂടി ഒരു മുറിവ് വന്നു. അതെങ്ങനെ കൂടി ഇപ്പൊ ഒരു ചെറിയ മുറിവേ ഉള്ളൂ. ഇപ്പൊ ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടർ ഒന്നും പറയൂല. ആണ് ഉണങ്ങാൻ പ്രയാസമാണ് പറയുന്നത്. എല്ലാം ദ്രവിച്ചതുകൊണ്ട് ഉണങ്ങാൻ പ്രയാസം. അതെവിടുന്ന് പറഞ്ഞത്? എന്നൊക്കെ പറഞ്ഞു. എല്ലാ സ്ഥലത്തും പറഞ്ഞു. സാവധാനം ഉണങ്ങൂന്ന ഒരു പറയല്. നിങ്ങൾ ഉണങ്ങുന്നില്ല, കുറച്ചും കൂടെ ആ ചികിത്സ നോക്കുന്നോ? ഇല്ലല്ല, ഞങ്ങൾ മതിയാക്കി ഇവിടുന്നൊന്നും നോക്കാനാണ് ഏതായാലും ഇനി ഇത് മാറും, ഇനി ഉണങ്ങും. ഈ സമയം അവർ ഉണങ്ങാൻ പോവുകയാണ്. ഈ സമയം അവർ ഇനി പോവുകയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചികിത്സയ്ക്ക് തയ്യാറാണല്ലോ. കുറച്ച് ദിവസം കൂടെ നിൽക്കേണ്ടി വരും. ഉറപ്പാണ്. ഇവിടെ വന്നതിന് ശേഷം ഏതാണ്ട് 90% ഇതിലിപ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ മുറിവിൻ്റെ അവസ്ഥ വെച്ചാൽ മുറിവ് കംപ്ലീറ്റ് ഉണങ്ങി. ഇനി കുറച്ച് അവിടെ ഒരു ഭാഗത്ത് തൊലി വരാനുണ്ട്, ചെറിയൊരു സ്ഥലത്ത്. ഇനി അതും വരും. അത് മാത്രമേ ഈ കാലിന് നല്ല കറുപ്പ് നിറം ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ നല്ല ഇതായല്ലോ. ഇപ്പം എന്ത് തോന്നുന്നു? ഒന്നിങ്ങനെ തുടക്കുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിട്ട് തുടക്കും. അപ്പൊ അന്ന് പറഞ്ഞ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാന്നാണല്ലോ. മഞ്ഞപ്പൊടി ഇപ്പൊ ബ്ലഡൊക്കെ വരാൻ തുടങ്ങിയില്ലേ? ഇപ്പൊ ബ്ലഡ് ജാസ്തിയായി. ഇപ്പൊ എന്ത് തോന്നുന്നു? സന്തോഷമായി. അൽഹംദുലില്ലാ, ഒരുപാട് സന്തോഷം. കാരണം എന്താ പറഞ്ഞാല് പിന്നെ ഇവിടുത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തായിട്ടും. ഇപ്പൊ അതെന്താണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാം ടൈമിങ് എല്ലാ കാര്യം കൂടി
ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടുപോകല്ലേ അപ്പൊ അതില്ലല്ലോ അത് ഞാനത് എത്ര മാസമായി. അതെ ഏതായാലും നിങ്ങളുടെ പേര് നജീബേ, ഉപ്പാൻ്റെ ഈ രോഗം, ഈ ഒരു അവസ്ഥ മാറാൻ ശരിക്കും കാരണം എൻ്റെ ചികിത്സയോ ഞാനുമല്ല, നിങ്ങളുടെ സഹോദരി ഉള്ളത്. ഈ സഹോദരിയും ഈ ഉമ്മയും അവരുടെ ഭർത്താവ് അല്ലേ, അവരാണ് ശരിക്കും കാരണം. കാരണം വെച്ചാൽ അവർ കൃത്യമായിട്ട് നിങ്ങളെ വാപ്പാനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ വാപ്പ ഇത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. വാപ്പ ഭയങ്കര രസികനായ ഒരാളാണ്. അതിന്റെ ശേഷം ഒരു സാധനത്തിന് അതിന് ആഗ്രഹമില്ല. അങ്ങനത്തെ ഒരു സാധനം ഇങ്ങോട്ട് വെച്ചേര്. അപ്പോൾ ഏതായാലും ഇഡ്ഡലി പുട്ട് നിങ്ങളെല്ലാവരും കൂടെ ശ്രമിച്ചോണ്ടാണ്. കഴിഞ്ഞ വർഷം ഇപ്പൊ നോമ്പെടുത്തു. ആ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പ തളർന്നു വീഴുന്ന അവസ്ഥയാണ്. പക്ഷേ ഈ വർഷം ഫുൾ ഇല്ലില്ല. 2 വർഷം കൊണ്ടിട്ടില്ല. ക്ഷീണമില്ല. അതും ഈ ചൂടത്ത് അത് എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവും, പല ആൾക്കാരും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നോമ്പിനെതിരെ സംസാരിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടോ, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. നോമ്പ് നോക്കിയാൽ ഭയങ്കര പ്രശ്നമാണ്. ഇതിപ്പോൾ അസുഖം ഉണ്ടായ കാര്യം മുമ്പോട്ട് കഥയാണ്. പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ടില്ല. നോമ്പ് 21 ബാങ്ക് കൊടുത്തു. ഇപ്പോൾ ഈ ഷുഗർ നോർമൽ എല്ലാം മാറി. അപ്പോൾ എല്ലാം അൽഹംദുലില്ലാ. ഏതായാലും ഞാനും വലിയ സന്തോഷത്തിലുള്ളൂ. ഇനി ജീവിതത്തിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ മുറിവും വരില്ല, ഈ രോഗം എന്നല്ല, ഇനി ഒരു രോഗവും വരില്ല. ഞാനാ പോയത് അന്ന് ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനിയോ ഇങ്ങനെ